മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫാമിലിയിലെ ഏതാണ്ട് പുതിയ വെർഷനായിട്ടുള്ള 2021 അഥവാ ഓഫീസ് മൈക്രോസോഫ്റ്റ് 365 എന്ന വെർഷനിലെ വേർഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ തുടക്കക്കാർക്ക് വേർഡ് പഠിച്ചു തുടങ്ങാനും വേർഡിൻ്റെ ഉപയോഗവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് എന്താണ് വേർഡ്? വാട്ട് ഈസ് വേർഡ്? വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫാമിലിയിലെ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്തിനാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗപ്പെടുത്തുന്നത്? മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ വേർഡ് ഉപയോഗപ്പെടുത്തുന്നത് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയാണ്. എന്താണ് ഡോക്യുമെൻറ്റേഷൻ? ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഉൾപ്പെടുന്ന ഏതു വിധത്തിലുള്ള പ്രൊഡക്റ്റിനെയും നമ്മൾ ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബ്രോഷറുകൾ, ഫ്ലയറുകൾ, നോട്ടീസുകൾ, റിപ്പോർട്ടുകൾ, നോട്ടീസസ്, then flyers, brochures, newsletter, ഇതുപോലെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഉൾപ്പെടുന്ന തരത്തിലുള്ള എല്ലാവിധ സാധനങ്ങളും നിർമ്മിക്കുന്നതിന്, എല്ലാവിധ മെറ്റീരിയൽസിലും നിർമ്മിക്കുന്നതിനും നമുക്ക് മൈക്രോസോഫ്റ്റിലെ വേർഡ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് എഡിറ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇത്. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ രൂപപ്പെടുത്തുക എന്നാണ് ഫോർമാറ്റിംഗ് അഥവാ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എഡിറ്റിംഗ് 3 ലെവലുകളിലാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യാറ്. ഒന്ന്, എഡിറ്റിംഗ് ഗോസ് ടു 3 തരത്തിലാണ് ചെയ്യാറ്. ഒന്നാമത്തെ എഡിറ്റിംഗിലെ ഒന്നാമത്തെ ഭാഗം എഡിഷൻ, രണ്ടാമത്തെ ഭാഗം മോഡിഫിക്കേഷൻ, മൂന്നാമത്തെ ഭാഗം ഡെലീഷൻ. ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം. അഡീഷൻ, മോഡിഫിക്കേഷൻ, എഡിഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എഡിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ടെക്സ്റ്റ് ഉൾക്കൊള്ളിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സംഗതികൾ ചേർക്കുക എന്നതാണ് എഡിറ്റിങ്ങിലെ എഡിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡിഫിക്കേഷനാണ് പ്രധാന ഭാഗം. മോഡിഫിക്കേഷൻ എന്ന ഭാഗത്തിലാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ കൊടുക്കുക. ഫോം എന്ന് പറഞ്ഞാൽ രൂപം. ഫോർമാറ്റിംഗ് മീൻസ് ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അതിനാണ് ഫോർമാറ്റിംഗ്. അല്ലെങ്കിൽ ചേഞ്ചസ് അപ്ലൈ ചെയ്യുന്നതിനാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഏതൊക്കെ വിധത്തിൽ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി വേർഡിലെ പ്രധാന പഠനമായി വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലെ വേർഡിൻ്റെ ഫോർമാറ്റിംഗ് ഉള്ള സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ഒന്നാമതായിട്ട് നമ്മളിവിടെ ഈ ടെക്സ്റ്റ്, ഇവിടെ കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ വരുത്തുന്നതിന് സെലക്ഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സെലക്ഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എഡിറ്റിംഗ് സാധ്യമാക്കുന്നത്. സെലക്ഷനെ കുറിച്ച് വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിലുണ്ട്, അത് കാണുക. ഇവിടെ മോഡിഫിക്കേഷൻ എന്ന ഭാഗത്ത് നമ്മളുടെ ഇവിടെ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിന് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേതായിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ടിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താണ് ഫോണ്ട്? ഫോണ്ട് ചേഞ്ചാണ് ആദ്യത്തെ ഇത്. ഫോർമാറ്റിങ്ങിലെ ആദ്യത്തെ ഇത് ഫോണ്ട് ചേഞ്ചാണ്. ഫോണ്ട് ചേഞ്ച്. അപ്പോൾ എന്താണ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ? ഫോണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ വിധങ്ങളാണ്, അക്ഷരങ്ങളുടെ ചേലുകളാണ്, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ രൂപങ്ങൾക്കാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് എല്ലാ അക്ഷരവിധത്തിലും അത് എ തന്നെയായിരിക്കും. പക്ഷേ ഇതിന് വിവിധ ചേലുകൾ അല്ലെങ്കിൽ വിവിധ ഫോണ്ടുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിൽക്കുന്ന നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന എ എന്ന
ഇതിൻ്റെ ഫോണ്ടിൻ്റെ പേര് ഇവിടെ കാണുന്ന കാലിബ്രി എന്നാണ് അതിൻ്റെ പേര്. കാലിബ്രി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഫോണ്ട് നെയിം എന്നിവിടെ കാണുന്നത്. ഇത് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഏരോയിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓഫീസ് ഫോണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഓഫീസ് ഫോണ്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം ആവശ്യമായ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വേറൊരു ഫോണ്ടിൻ്റെ ചേലായിട്ട് മാറുന്നതായിട്ട് കാണാം. ഈ ഫോണ്ടുകൾ നമ്മൾ ഇവിടെ നോക്കുക. ഈ ഫോണ്ട് എന്നുള്ള ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് മൂന്നിനും 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ചേലുകളാണ്, അതായത് രൂപങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ ഭംഗിക്കും അല്ലെങ്കിൽ ഓരോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്കും ഒരു പേരുണ്ട്. ആ പേരിനെയാണ് നമ്മൾ സത്യത്തിൽ ഫോണ്ട് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റ് വേറെ. ടെക്സ്റ്റ് എല്ലാം എപ്പോഴും സെയിം ആയിരിക്കും. അക്ഷരങ്ങൾ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെല്ലാം സെയിം ആയിരിക്കും. പക്ഷെ അവ പ്രദർശിപ്പിക്കപ്പെടുന്ന രീതിയെയാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോണ്ട് ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഫോണ്ടിൻ്റെ പേര് ബ്രോവല്ല ന്യൂ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഇതിൻ്റെ പേര് ടൈംസ് ന്യൂ റോമൻ എന്നാണ്. ഇവിടെ കാണുന്ന ഇതിന് സെഞ്ച്വറി ഗോത്തിക് എന്നാണ്. ഇത് ഏത് ഫോണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ ഭാഗത്തെ നമ്മൾ ഈ മൊത്തം കാണുന്ന ഈ അരിയെ നമ്മൾ റിബൺ എന്നാണ് പറയുക. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഫോണ്ട് നെയിം എന്ന ഭാഗത്ത് അതിൽ ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കിട്ടുന്ന അതെല്ലാം ഫോണ്ടുകളാണ്. ഇതിൽ ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൺസോളാസ് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഫോണ്ടായിട്ട് മാറി. ഇതാണ് ഫോണ്ട് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമാറ്റിങ്ങിലെ മറ്റൊരു ചേഞ്ചാണ് അല്ലെങ്കിൽ മറ്റൊരു സംവിധാനമാണ് ഫോണ്ടിൻ്റെ സൈസ് കൊടുക്കൽ. ഫോണ്ടിൻ്റെ സൈസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോണ്ട് സൈസ് സാധാരണഗതിയിൽ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഒരു ചെറിയ ഒരു ഫ്ലൈ ഓവർ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഭാഗമാണ് ഫോണ്ട് സൈസ്. ഇപ്പോൾ കാണുന്ന നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫോണ്ടിൻ്റെ സൈസ് 11 പോയിൻ്റാണ്. 11 പോയിൻ്റ്. ഈ പോയിൻ്റ് കൂട്ടും തോറും ഫോണ്ടിൻ്റെ സൈസ് കൂടുതലായിട്ടും കുറയും തോറും അത് സൈസ് കുറഞ്ഞിട്ടായിട്ടും വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 11 സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സൈസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 20 സൈസ് കൊടുത്തു. ഉടനെ ആ ഫോണ്ടിൻ്റെ സൈസ് വലുതായി വരുന്നതായിട്ട് കാണാം. ഇവിടെയും അതേ ഫോണ്ട് സൈസ് തന്നെ ചേഞ്ച് ചെയ്യാവുന്ന മറ്റൊരു അതേ സംവിധാനം തന്നെ ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് 20. ഇനി ഈ ലിസ്റ്റിൽ 8, 9, 10, 11, 12, 13 ഇല്ല. ചിലപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടില്ലാത്ത സൈസിലായിരിക്കും വേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ആ സൈസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ 13 ലിസ്റ്റിലില്ല എങ്കിൽ 13 എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൈസ് 13ആയി. അതായത് ലിസ്റ്റിലില്ലാത്ത സൈസുകളും നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാം. 13.5 മറ്റുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന സൈസുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത്, സാധാരണ ഇതിൽ ഹെഡിങ്ങും മറ്റുകളാണ് നമ്മൾ ഫോണ്ടിൻ്റെ സൈസുകൾ ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ ഫോണ്ട് സൈസ് ചെയ്യുമ്പോൾ സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന ഒരു ഫ്ലൈ ിൽ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാനായി പറ്റും. അതല്ലെങ്കിൽ റിബണിൽ ഇവിടെ കാണുന്ന റിബണിൽ നമ്മുടെ ഇവിടെ ഈ കാണുന്ന ഫോണ്ട് സൈസ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നുള്ള ഫോണ്ട് സ്വീകരിക്കാം. അതല്ലെങ്കിൽ ഇതിലില്ലാത്ത ഫോണ്ട് സൈസ് നമുക്ക് നേരിട്ട് കീബോർഡിലൂടെ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഫോണ്ടിൻ്റെ സൈസ് സാധാരണഗതിയിൽ അതിൻ്റെ യൂണിറ്റ് പറയുന്നത് പോയിന്റിലാണ് പറയുന്നത്. 1 പോയിന്റ്, 11 പോയിന്റ്, 12 പോയിന്റ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ അളവുകളും പോയിന്റുകളാണ്. 10 പോയിന്റ്, 11 പോയിന്റ്. അതായത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചിൻ്റെ 72 ഒരു ഭാഗമാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. 1/72 ഇഞ്ചാണ് ഒരു പോയിന്റ്. അതായത്
നിങ്ങളുടെ ഫോണ്ടിന് 72 പോയിൻ്റ് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് വലുപ്പം കാണും. ഫോണ്ടിൻ്റെ സൈസ് ചെറുതാക്കുന്നതിനും വലുതാക്കുന്നതിനും കീബോർഡിലുള്ള കീസാണ് നമ്മൾ പറയുന്നത്. ഇതിനായിട്ട് കീബോർഡിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഓരോ പോയിൻ്റായിട്ട് ഫോണ്ടിൻ്റെ സൈസ് വലുതാവുന്നതും, അതേ കീയുടെ തന്നെ കൺട്രോൾ പിടിച്ചുകൊണ്ട് ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പോയിൻ്റായിട്ട് ഫോണ്ടിൻ്റെ സൈസ് ചെറുതായി വരുന്നതായിട്ടും കാണാം. ഫോണ്ടിൻ്റെ ഈ ഗ്രൂപ്പിലെ, ഈ ഫോണ്ട് ഗ്രൂപ്പ് എന്നാണ് ഇതിന് പറയുക, റിബണിലെ ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പിലെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ബട്ടൺ, ഇതിൻ്റെ പേര് ഗ്രോ ഫോണ്ട് സൈസ് എന്നാണ്. അതിൻ്റെ താഴെ അതിൻ്റെ ടാഗ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് മോർ ദാൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോണ്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം. അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇതേപോലെ തന്നെ ഈ കാണുന്ന ചെറിയ ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഷ്രിങ്ക് ഫോണ്ട് എന്നാണ് പറയുക. ഇത് അമർത്തി കൊടുക്കുമ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോണ്ടിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഫോണ്ട് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. കീബോർഡിൽ ഇതിൻ്റെ കമാൻഡ് ഷിഫ്റ്റ് കൺട്രോൾ മോർ ദാൻ എന്ന് പറയുന്ന ബട്ടണും, ഇതിൻ്റെ ഷ്രിങ്ക് ഫോണ്ടിന് ഷിഫ്റ്റ് കൺട്രോൾ പ്ലസ് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ് ഉപയോഗിക്കുക. ഷ്രിങ്ക് ഫോണ്ടിന് സാധാരണ രീതിയിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ് ഉപയോഗിക്കുക. അടുത്തത്, ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ടെക്സ്റ്റുകൾക്ക് ഹൈലൈറ്റിംഗ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ബോൾഡ് ആയിട്ട് കൊടുക്കും. ബോൾഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അല്പം കനം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുന്നതാണ് ഈ ബോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് ഫോണ്ടാണോ അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ഭാഗമാണോ അങ്ങനെ ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് ഭാഗം മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ട് ചെയ്താലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റുകൾ ആ ടെക്സ്റ്റിൽ അപ്ലൈ ആവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് എന്തെങ്കിലും ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ടെക്സ്റ്റ് ഭാഗം വ്യക്തമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കണം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഹോം ടാബിൽ ഫോണ്ട് ഗ്രൂപ്പിൽ കാണുന്ന ഈ ബട്ടനാണ് ബോൾഡ് എന്ന് പറയുന്നത്. കീബോർഡിൽ ഇതിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കുറച്ച് വണ്ണം കൂടിയ തരത്തിലായിട്ട് വന്നിരിക്കുന്നത് കാണാം. അപ്പം ഈ ടെക്സ്റ്റിൽ നമ്മൾ കർസർ വയ്ക്കുമ്പോൾ തന്നെ ആ ബി എന്ന ഭാഗത്ത് ഒരു സ്ക്വയർ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ബോൾഡ് ചെയ്യാത്ത ടെക്സ്റ്റ് ഭാഗത്ത് നമ്മളത് വയ്ക്കുമ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് അവിടെ കാണുന്നില്ല. ശ്രദ്ധിക്കുക, ഈ ബോൾഡിൽ വയ്ക്കുമ്പോൾ അപ്പോൾ നമ്മളിതിൽ ബോൾഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വയ്ക്കുമ്പോൾ അങ്ങനെയില്ല, അത് ബോൾഡ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബോൾഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതേ കീ തന്നെയാണ് ഉപയോഗിക്കാറ്. ഓൺ ചെയ്തിട്ടുള്ളതിന് അതേ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. കീബോർഡിൽ ബോൾഡിന് നമ്മൾ കൺട്രോൾ പിടിച്ചുകൊണ്ട് ബി ആണ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് ഓൺ ആകാനും ഓഫ് ആവാനും സാധിക്കും. ബോൾഡ് ഈക്വൽ ടു കൺട്രോൾ പ്ലസ് ബി, ഓൺ ആക്കാനും ഓഫ് ആക്കാനും. ടെക്സ്റ്റ് ഭാഗം സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതൊരു വാക്കാണ് വേണ്ടതെങ്കിൽ, ഒരു വാക്ക് മാത്രമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ വാക്ക് സെലക്ട് ചെയ്യേണ്ടതില്ല. ആ വാക്കിൽ വെറുതെ കർസർ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബോൾഡ് ക്ലിക്ക് ചെയ്യുകയോ കൺട്രോൾ ബി പ്രസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ബോൾഡ് ഓണായി ഓഫ് ആക്കാവുന്നതാണ്. ഞാനിവിടെ വെറുതെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ, സെലക്ട് ചെയ്തിട്ടില്ല. ഒരു വാക്കിൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഞാൻ ബോൾഡ് ചെയ്തു, കണ്ടോ? ഇതുപോലെ ടെക്സ്റ്റിൻ്റെ സെലക്ട് ചെയ്ത ഭാഗം അല്പം ചെരിച്ച് നിർത്തുന്ന സംവിധാനത്തിനാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. ഇതിനായി നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഫോണ്ട് ഗ്രൂപ്പിലെ ഈ കാണുന്ന ബട്ടൺ കീബോർഡിൽ കൺട്രോൾ പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഒരല്പം ചെരിവ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റാലിക്സ്. ഇത് ക്യാൻസൽ ചെയ്യുന്നതിന് അതേ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോണ്ടിന് അണ്ടർലൈൻ കൊടുക്കാനായിട്ടുള്ള സംവിധാനമാണ് ഈ കാണുന്നത്. ഇവിടെ അണ്ടർലൈനായിട്ട് വരുന്നത് കാണാം. അണ്ടർലൈൻ കീബോർഡിൽ കൺട്രോൾ യു പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അണ്ടർലൈന് ഓൺ ചെയ്യാനായിട്ടും ഓഫ് ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ കാണുന്ന ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ എന്നീ കീസുകൾ അതേ കീ തന്നെ ഉപയോഗിച്ച് അത് ഓൺ ചെയ്യുന്നതിനും അത് ഓഫ് ചെയ്യുന്നതിനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തീർച്ചയായിട്ടും നമ്മൾ അതിന് അനുകൂലമായ രീതിയിൽ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു തരുന്നതാണ്. താങ്ക് യു.